നാളെ ആ ഷോപ്പ് അടിക്കുന്ന 2 ദിവസം അടക്കേണ്ടി വന്ന മരണകാരണം അടക്കേണ്ടി വരും. കാരണം ഇത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിലെ ഈ സംസ്ഥാനത്തെ വ്യാപാരികൾക്ക് ഒന്നടങ്കം വേണ്ടിയിട്ടാണ് ഈ സമരമുറ നീങ്ങുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ഓഫീസിന്റെയും മുനിസിപ്പാലിറ്റി ഓഫീസിന്റെയും മുന്നിൽ ഇതേപോലെ ധർണ നടക്കുകയാണ്. അത് കൂടുതലൊന്നും നീട്ടി സംസാരിക്കുന്നില്ല. മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി അനിയപ്പ സാഹിബുണ്ട്. ഈ പരിപാടിയുടെ വിശദീകരണം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് റഫീഖ് മാളിക എല്ലാവർക്കും ഏരിച്ച് തരും. ഈ പരിപാടി കഴിഞ്ഞിട്ട് മാത്രം അരമണിക്കൂർ പരിപാടി അവസാനിപ്പിക്കും. കഴിഞ്ഞിട്ട് മാത്രമേ വന്നവരൊക്കെ പിരിഞ്ഞു പോകാവൂ. അതുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ഡലം ജില്ലാ സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളികയുടെ വളരെ അതുപോലെ ആവശ്യപ്പെടുന്നു. യോഗാധ്യക്ഷൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊടുത്തൂർ യൂണിയന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഷെരീഫ് അബ്ദുൽ കണ്ടി, ഈ ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷകൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അംഗവും മുഖ്യ യൂണിയന്റെ പ്രസിഡന്റുമായ ശ്രീ അലി അക്ബർ, പൊടുത്തൂർ ചെറുവാട് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി യൂസഫ് എൻ, തോട്ടുമുഖം യൂണിറ്റിന്റെ ട്രഷറർ സുനിൽകുമാർ, ചെറുവാട് യൂണിറ്റിന്റെ പ്രസിഡന്റ് KV അബ്ദുള്ള അവർ, പന്നിക്കോട് യൂണിറ്റിന്റെ പ്രസിഡന്റ് അബ്ദുള്ള അവർ, കോഴിക്കോട് യൂണിറ്റിന്റെ പ്രസിഡന്റ് സംസ്കൃതത്തിൽ സൗദ റഫീഖ്, മുജീബ് ചെറുവാട് അടക്കമുള്ള വീട്ടിൽ സദസ്യമുള്ള വ്യാപാര സുഹൃത്തുക്കളെ, ചെറുകിട വ്യാപാരികളെ ഇല്ലാതാക്കുന്ന തീരുമാനമായിട്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ടാക്സും ബിൽഡിംഗ് ടാക്സും അതുപോലെ ലൈസൻസ് ഫീസും കുത്തനെ കൂട്ടി. ഈ വർഷം ഗവൺമെന്റ് തൊഴിൽ നിധിയും അതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങളിൽ നിന്ന് നോക്കുകൂലി വാങ്ങാൻ തുടങ്ങി. ഹരിതകർമ്മസേന അംഗങ്ങൾ ഒരു കടയിൽ നിന്ന് വേസ്റ്റ് വാങ്ങുമ്പോൾ 50 രൂപ കൊടുക്കാൻ വ്യാപാര സമൂഹം എത്തില്ല. ഒരു കടയിൽ നിന്ന് ഒരു ചാക്ക് വേസ്റ്റ് 2 രൂപ കൊടുക്കും, 2 ചാക്കിൻ്റെ 100 കൊടുക്കും, 5 ചാക്കിന് 250 കൊടുക്കും, 10 ചാക്കിന് 500 കൊടുക്കും. വ്യാപാര സമൂഹം എത്തില്ല. എന്നാൽ 1 രൂപ നോക്കുകൂലി വാങ്ങുന്ന സ്ഥിതി നിന്ന് ഗവൺമെന്റ് മാറണം. കാരണം ജലതരക്കമുള്ള പല സ്ഥാപനങ്ങളും ഒരു തുള്ളി പോലും വീക്ഷിക്കാറില്ല. അവരെല്ലാം പോയിക്കൊണ്ട് എല്ലാ മാസവും 50 രൂപ നോക്കുകൂലി വാങ്ങുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്ന വ്യാപാര വ്യവസായ ആവശ്യപ്പെടുന്നത്. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് വാടകക്കാരന് 18% GST ഏർപ്പെടുത്തിയിരിക്കുക. ഒരു വ്യാപാരി എല്ലാ മാസവും കൊടുക്കുന്ന വാടകന് 18% ടാക്സ് അടക്കണം. മിക്ക വ്യാപാരികൾ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. അതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി 18-ാം തീയതി ഡൽഹിയിൽ പാർലമെന്റ് നടത്താൻ പോവുക. കാരണം മലയോര മേഖലയിൽ നിന്ന് പല ആളുകളും പല ഡൽഹിയിൽ പോകാൻ പറ്റുന്നതാണ്. ഒരിടത്ത് പാർലമെന്റ് മാസം പങ്കെടുത്തുകൊണ്ട് പോവുകയാണ്. വ്യാപാരി സമൂഹം ഗവൺമെന്റ് മാറി വരുന്ന ഗവൺമെന്റ് ഭാഗത്ത് ഒരു സഹായം വ്യാപാരി സമൂഹം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വേണ്ടാണ്. ഗവൺമെന്റ് ഞങ്ങൾ ദൂരത്തിൽ വളരുന്നതാണ്. ഗവൺമെന്റ് ഖജനാവ് നടക്കുന്ന വിഭാഗന്മാരാണ് വ്യാപാരികളാണ്. ഞാൻ നിങ്ങളെല്ലാം വിളിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ഖജനാവിൽ കൊണ്ടുവരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഈ ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് വികസന പ്രവർത്തനം നടത്തുന്നത്. ഈ കൊടിത്തൂർ പഞ്ചായത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ കൊടിത്തൂർ പഞ്ചായത്തിലെ വ്യാപാരി സമൂഹം ഇല്ലെങ്കിൽ ഇവിടെ കടകളെല്ലാം ഒഴിഞ്ഞു പോകും. ഈ ബിൽഡിംഗ് എല്ലാം കാലിയാവും. ബിൽഡിംഗ് കാലിയാവുമ്പോൾ ബിൽഡിംഗ് ഉടമയ്ക്ക് പഞ്ചായത്ത് എഴുതി കൊടുത്താൽ ടാക്സ് അടക്കണ്ട. ബിൽഡിംഗ് ഉടമ എഴുതി കൊടുത്താൽ മതി എന്റെ പഞ്ചായത്ത് കാലിയാണെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്താൽ ഗവൺമെന്റ് ടാക്സ് ലഭിക്കില്ല. വ്യാപാരി സ്ഥാപനം ഇല്ലെങ്കിലോ ലൈസൻസ് കിട്ടില്ല, തൊഴിൽ കിട്ടില്ല. ഈ കൊടിത്തൂർ പഞ്ചായത്തിലെ കട്ടൻ ചായ കുടിക്കാൻ വരെ ഫണ്ട് ഉണ്ടാവില്ല വ്യാപാരി സമൂഹം ഇല്ലെങ്കിൽ. അതുകൊണ്ട് വ്യാപാരി സമൂഹത്തെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്ത ഗവൺമെന്റാണ്, അത്യാവശ്യ സ്ഥാപനങ്ങൾക്കാണ്. അത് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരമായി വ്യാപാരി സമൂഹം മുന്നോട്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടർ പറഞ്ഞു. ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം വേണ്ടിയിട്ട് മുക്കം യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ അലി അക്ബർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളു. ഏറെ ബഹുമാനം നിറഞ്ഞിട്ടുള്ള ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ പരിപാടിയുടെ ധർണയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള ജില്ലയുടെ കരുത്തനായ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ റഫീഖ് മാളിക, ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ബെന്നി സുനിൽ, അതുപോലെ തന്നെ KV അബ്ദുള്ള, പ്രിയപ്പെട്ട ഷംദുലത്ത്, അതുപോലെ സൗദ റഫീഖ്, മുജീബ് ചെറുവാടി അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, വ്യാപാരി സുഹൃത്തുക്കളെ, വളരെ കാലികമായ വളരെ പ്രധാനപ്പെട്ട ഒരു ധർണയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി സമൂഹം ഇന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ഇത്തരമൊരു ധർണ സംഘടിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വ്യാപാര സമൂഹത്തെ
ഇത്തരം ഒരു പ്രതിസന്ധി ഇതിന് മുമ്പ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞാനിത് നിശ്ചയം പറയാൻ വേണ്ടി സാധിക്കും. ഏതൊരു മേഖലയിലും നമുക്കറിയാം സർക്കാർ ഇന്ന് പരാജയമാണ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പാപഭാരം കെട്ടിവെക്കാൻ വേണ്ടി വ്യാപാര സമൂഹത്തെ ഉപയോഗിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിതകർമ്മസേനയുടെ ഏറ്റവും നൂതനമായ ആശയമായി കൊണ്ടുവന്ന് നടപ്പിലാക്കിയുള്ള പദ്ധതിയിൽ ഏറ്റവും വലിയ ബലിയാടായിട്ടുള്ളത് ഇവിടുത്തെ വ്യാപാരികളാണ്. 50 രൂപ 100 രൂപ യൂസർ ഫീ ഒക്കെ വെച്ച് ഇത്തരമൊരു ആശയം നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ട ആളുകൾ ഇവിടുത്തെ സാധാരണക്കാരുടെ വ്യാപാരികളാണ്. അത്തരം ഒരു സംവിധാനം കൊണ്ടുവരുമ്പോണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് പ്രയാസങ്ങളെക്കുറിച്ച് സർക്കാർ വേണ്ട രൂപത്തിൽ പഠനം നടത്താത്തതുകൊണ്ടാണ് ഇതിൽ നിന്ന് പിറകോട്ട് കൊണ്ടുപോകും യാതൊരു സംശയമില്ല. ഈ ഒരു സംവിധാനത്തെ വ്യാപാരികൾ ഇച്ഛാശക്തിയോട് എതിർക്കുകയും ഏതൊരറ്റം വരെ പോകേണ്ടി വന്നാലും അതൊക്കെ തന്നെ കൃത്യമായി അതിനെതിരെ അതിശക്തമായ പോരാട്ടം സംഘടന നയിക്കും. തീർച്ചയായും അതിനെ പരാജയപ്പെടുത്തുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ട് മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ കെട്ടിട വാടകയുടെ നികുതി, വാടകയുടെ മുകളിൽ ഏർപ്പെടുത്തിയ നികുതി 18% പുതിയ GST വന്നതോടുകൂടി നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി ഒരു കൂട്ടായ്മയായി ഇവിടുത്തെ വ്യാപാരികൾ മാറുകയാണ്. ഈ വ്യാപാരി സമൂഹത്തെ ഈ നാട്ടിൽ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു GST കൂടി നമ്മളെ മുകളിൽ കെട്ടിവെക്കുമ്പോൾ തീർച്ചയായും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ വ്യാപാരവും അതുപോലെ തന്നെ നമുക്കറിയാം കുട്ടകാവ് ഭീമന്മാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്ര സർക്കാർ എന്നോ സംസ്ഥാന സർക്കാർ എന്നോ ഇല്ല, രണ്ട് കൂട്ടർ ആ വിഷയത്തിൽ വാശി പിടിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വ്യാപാര സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കരിമ്പ് വീഴുന്ന വിഷയത്തിൽ നമ്മൾക്കറിയാം, കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് പോലെ ഇവിടുത്തെ വ്യാപാരികളെ ജ്യൂസ് അടിച്ച് ഇനി എല്ലും തോലുമായി മാറുന്ന ഒരു സംവിധാനമായിട്ട് വ്യാപാരികൾ മാറുകയാണ്. ഇതിനെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പിന് വേണ്ടി ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി വ്യാപാരം മുന്നോട്ട് കൊണ്ട് ആവശ്യമായിട്ടുള്ള ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോകാൻ ഇവിടുത്തെ വ്യാപാരി സമൂഹം തയ്യാറാകാൻ അതിന്റെ ഭാഗമായിട്ടാണ് 18-ാം തീയതി നടക്കുന്ന പാർലമെന്റ് മാർച്ച്. അതിന്റെ വിളംബരം വിളിച്ചോതിക്കൊണ്ടാണ് വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു ധർണ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുന്ന ഒരു കാര്യം, തെരുവോര കച്ചവടം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ യഥേഷ്ടം കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർഗം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ ഗവൺമെന്റുകൾ, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ. ഇപ്പോൾ ലൈസൻസിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണ്, ലൈസൻസ് എടുക്കാത്ത ആളുകളെ പീഡിപ്പിക്കുകയാണ്. എന്നാൽ ഇത്തരം തെരുവോര കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും ഇല്ല, ഒരു പേപ്പറും ആവശ്യമില്ല. അങ്ങനെ ഒരു വണ്ടിയിൽ നമുക്കറിയാം ഗുഡ്സിലും മറ്റൊക്കെ കച്ചവടം വ്യാപാരം നടത്തുന്ന ആളുകൾ നമ്മൾ അതിനൊന്നും എതിരല്ല. പക്ഷെ അതിന് നിയമപരമാവണം എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം നമ്മളൊക്കെ നിയമപരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറിച്ച് തീർച്ചയായും ഞങ്ങൾക്ക് അത്തരം വിഷയങ്ങൾ പ്രയാസങ്ങളുണ്ട്, പരാതികളുണ്ട്. അത് പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടനയ്ക്ക് അറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നാളെ ഇതുവരെ അങ്ങനെ നടത്തി പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ഈ വിഷയം ഏറ്റെടുത്തുള്ളത്. ആ ഗവൺമെന്റ് ആ വിഷയത്തെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായി ഇതിന് മുന്നിൽ ഞങ്ങൾ ഉണ്ടാവും. അത് ഈ നേരത്തെ സൂചിപ്പിച്ചവർ ഈ അർത്ഥത്തിലല്ല, അതിശക്തമായ സമര പോരാട്ടം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യുമെന്ന് ഈ ഒരു അവസരം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസ സംസാരിക്കാൻ വേണ്ടിയിട്ട് തോട്ടും കയ്യൂട്ടിന് വേണ്ടി TK രജി. അധ്യക്ഷൻ, നമ്മുടെ ആദരണീയനും ശക്തനും ജില്ലാ വൈസ് പ്രസിഡന്റും ഉദ്ഘാടകനുമായ അവരുടെ മറ്റ് എല്ലാ യൂണിറ്റിലെ പ്രസിഡന്റുമാരെ, സഹപ്രവർത്തകരെ, വനിതാ വിംഗ പ്രവർത്തകരെ, മാന്യ വ്യാപാരി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ദുരന്തം അനുഭവിക്കുന്ന ഈ പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ സമരം ധർണ നടത്തുന്നത് ഈ സർക്കാരിന് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹപരമായ ഒരു കാര്യത്തിലാണ്. തൊഴിൽ നികുതി, മറ്റു നികുതി, നമ്മളടക്കാത്ത നികുതികളൊന്നുമില്ല. ഒരു വ്യാപാരിക്ക് സഹായം ചെയ്യണമെന്ന് സർക്കാർ പോലും ചിന്തിക്കുന്നില്ല. നമ്മൾ ചെറിയ വ്യാപാരം കൂട്ടുന്ന ഏത് നാട്ടിൽ സർക്കാർ അറിഞ്ഞു നടത്തുകയാണ്. അതാരും മനസ്സിലാക്കില്ല, സർക്കാർ പോലും മനസ്സിലാക്കില്ല. വന്നപ്പോൾ വ്യാപാര മേഖലയിൽ എത്രയോ ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്, സർക്കാർ നികുതി കൊടുക്കുന്ന മുഴുവനാണ് നമ്മളാണ്. അതൊന്നും മനസ്സിലാക്കാതെ വ്യാപാര സമൂഹത്തെ രൂപത്തിന് ഈ നടപടിക്കെതിരെ ശക്തമായ ഈ സൂചന സമരം നമ്മൾ വ്യാപിക്കും. ഇത് നമുക്കൊരു പ്രശ്നമാണ്. സമരം ചെയ്താൽ അധികം അവകാശം നേടിയെടുത്ത സംഘടനയാണ് നമ്മൾ. അതുകൊണ്ട് ഏത് സമയത്തും എപ്പോഴും
മികച്ച വ്യാപനം. അതുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ സമരത്തിൽ വന്ന എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നത് സർക്കാർ ഞങ്ങളുടെ സൂചനയാണ്. അത് വാർത്തയാതിരിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ശക്തമായിട്ട് വ്യാപാര വ്യവസ്ഥ പ്രിയമുള്ളവരെ, നമ്മുടെ പന്നിക്കോട് യൂണിറ്റും ചെറുവാടി യൂണിറ്റും ആശംസ അറിയിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് കുടിത്തൂർ യൂണിറ്റിൽ ഈ അടുത്തായിട്ട് നമ്മളെ വനിതാ വിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തകരാണ് നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്ത ഭാഗത്ത് നിൽക്കുന്നത്. അവരും ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രസിഡന്റ് സംഘത്തിൻ്റെയും നമ്മുടെ സൗദർ റഫീഖിൻ്റെയും കീഴിൽ ഇവിടെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് കുടിയത്തൂർ പഞ്ചായത്ത് വ്യാപാര വ്യവസായ ഏകോപന സമിതി ട്രഷറർ മുജീബ് ചെറുവാടികൾ വളരെ വിനയത്തെ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷെരീഫ് അമ്പലക്കണ്ടി, ബഹുമാനപ്പെട്ട റഫീഖ് മാളിക, അലി അക്ബർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ, ഈ ധർണാ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നേതാക്കളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. അലി അക്ബർ സാഹിബ് പറഞ്ഞ പോലെ വ്യാപാരികളെ കുറേ കാലമായി പല രൂപത്തിലും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിഴിഞ്ഞ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതേ അവസ്ഥ തുടർന്നിട്ടുണ്ടെങ്കിൽ മേൽ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറ്റൊരു മുഖം ഗവൺമെൻറ്റിനെ കാണേണ്ടി വരും. അതുകൊണ്ട് ഈ ധർണാ സമരത്തിൽ ഈ സംഘടനയോടും നമ്മുടെ നേതാക്കളോടുള്ള വിശ്വാസം കൊണ്ടും സംഘടനയോടുള്ള ആത്മാർത്ഥത കൊണ്ടും ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഗവൺമെൻറ്റിനോടുള്ള പ്രതികൂല അഭികാരം കൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും നമ്മളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ജസ്റ്റിൻ്റെ സമ്മതത്തോടു കൂടി ഈ ധർണാ സമരം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി.